ഇന്ന് പറയാൻ പോകുന്നത് ടാലി പ്രൈമിലെ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്ന ഓപ്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ബാക്കപ്പ് എന്നുള്ളത് നോക്കാം. ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാലിയിലൊരു ഫയലിനെ നമ്മൾ കോപ്പി ചെയ്തെടുക്കുന്നതിനെ പറയുന്നതാണ് ബാക്കപ്പ് എന്ന്. അപ്പോൾ ആ കോപ്പി ചെയ്തിട്ടുള്ള ഫയൽ നമ്മൾക്ക് ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഡ്രൈവിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ പെൻ ഡ്രൈവിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ സൂക്ഷിക്കാം. എന്തിനാണ് ഇനി അത് ചെയ്യണം എന്നുള്ളത് നോക്കാം. എന്തിനാണ് നമ്മൾ ബാക്കപ്പ് എടുക്കണം എന്നുള്ളതുണ്ടെങ്കിൽ നമ്മൾക്ക് ഡാറ്റകൾ പല കാരണങ്ങൾ കൊണ്ടും മിസ്സായി പോകും. ഇപ്പോൾ നമ്മൾ ഒരു പവർ ഫെയിലിയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ടോ നമ്മൾ അതുവരെ ചെയ്തിട്ടുണ്ടായിരുന്ന ഡാറ്റകളെല്ലാം മിസ്സായിട്ട് പോകും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കപ്പ് എടുക്കേണ്ടത്. ഇനി എപ്പോഴാണ് ബാക്കപ്പ് എടുക്കേണ്ടത്? അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ ബാക്കപ്പ് എടുത്ത് വെക്കണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഡാറ്റ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓരോ ഡേറ്റും 5:30 അപ്പം നമ്മൾ വൈകുന്നേരം ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് അന്നത്തെ ബാക്കപ്പ് നമ്മൾ എടുത്തിട്ട് വെക്കണം. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുവരെ ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ ഫയലും നമ്മൾക്ക് മിസ്സായിട്ട് പോകും. അപ്പോൾ നമുക്ക് റീസ്റ്റോർ ചെയ്യേണ്ടത് എന്തിനാണെന്നെങ്കിൽ ഇപ്പം നമുക്ക് ബൈ ചാൻസ് നമ്മുടെ ഫയൽ മിസ് ചെയ്ത് പോയി കഴിഞ്ഞാലും നമ്മൾ ഇതിനെ ഒരു ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബാക്കപ്പ് എടുത്ത കോപ്പിയിൽ നിന്ന് നമുക്ക് റീസ്റ്റോറും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടിയാണ് കേട്ടോ. ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് പെൻ ഡ്രൈവിലേക്കും കൂടി എടുക്കുക എന്നുള്ളതും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കപ്പ് എടുക്കുന്ന ഫയൽ എങ്ങനെയാണ് പെൻ ഡ്രൈവിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ. അപ്പോൾ നമുക്ക് ബാക്കപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. Alt Y പ്രസ് ചെയ്താലും മതി. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാക്കപ്പ് ഉണ്ട്, റീസ്റ്റോർ ഉണ്ട്, അതേപോലെ തന്നെ സ്പ്ലിറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ബാക്കപ്പും റീസ്റ്റോറിനെയും കുറിച്ചിട്ടാണ്. സ്പ്ലിറ്റ് എന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ബാക്കപ്പ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ബാക്കപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു വിൻഡോയിലേക്കാണ് വരിക. ഇവിടെ ഫോൾഡറിൻ്റെ പേര് ഇവിടെ കാണിക്കും, ബാക്കപ്പ് ഡെസ്റ്റിനേഷൻ പാത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഇവിടെ റൈറ്റിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് തരത്തിൽ നമുക്ക് ബാക്കപ്പ് എടുക്കാം. ഒന്ന് സ്പെസിഫൈ പാത്തും ഉണ്ട്, അതേപോലെ തന്നെ സെലക്ട് ഫ്രം ഡ്രൈവും ഉണ്ട്. സ്പെസിഫൈ പാത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്ത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി അതിലേക്ക് ബാക്കപ്പ് ആയിട്ട് എടുത്തോളും. സെലക്ട് ഫ്രം ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉള്ള ഡ്രൈവിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്പെസിഫൈ പാത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് സ്പെസിഫൈ പാത്ത് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ സ്പെസിഫൈ പാത്ത് സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാത്ത് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്ന പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു പേരടിച്ചു, PMP എന്ന് പറഞ്ഞിട്ട് അടിച്ചു. അപ്പോൾ നമ്മൾ എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ചോദിക്കും ഇങ്ങനെ ഒന്നും ഇല്ല, ഡു യു വാണ്ട് ടു ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആ ഒരു ഫോൾഡർ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്തോളും. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ പാത്ത് ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്താൽ മതി. സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ ചോദിക്കും കമ്പനി നെയിം, നമ്മൾ ഏത് കമ്പനിയാണ് ബാക്കപ്പ് ആയിട്ട് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ പോണ കമ്പനിയുടെ ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബാക്കപ്പാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കമ്പനിയുടെ പേര്, അപ്പോൾ ഏത് ഈ ഡ്രൈവിൽ, അപ്പോൾ ഈ ഒരു ഫോൾഡറിൽ എത്ര കമ്പനികളുണ്ടോ അതെല്ലാം ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്കിവിടെ ക്രെഡിറ്റ് കാർഡ് എന്നുള്ളതാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് എടുത്തത്. എൻ്റെ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും ഇനി ഏതെങ്കിലും കമ്പനിയുടെ ബാക്കപ്പ് എടുക്കണോ, വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ എൻഡ് ഓഫ് ലിസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ എൻഡ് ഓഫ് ലിസ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് നമുക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ആ ഫോൾഡറിൽ പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബാക്കപ്പ് എടുത്തത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്
സിയിൽ പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ബാക്കപ്പിൻ്റെ ഇത് ഇവിടെ കാണിക്കും. അപ്പോൾ സി സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ സിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നാണെന്നുണ്ടെങ്കിൽ PMP എന്ന് പറഞ്ഞിട്ടുള്ളതിരിക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ PMP സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്കിവിടെ ആ ഫയലിൻ്റെ നമ്പറാണ് കാണിക്കുക. ഒരിക്കലും കമ്പനിയുടെ പേര് കാണിക്കില്ല. ഈ ഒരു TBK ഫയലായിട്ടാണ് ഇത് കാണിക്കുക. അപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ ബാക്കപ്പ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കമ്പനി എങ്ങനെയാണ് നമ്മൾക്ക് റീസ്റ്റോർ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ റീസ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ കമ്പനി ഒന്ന് ഡെലിറ്റ് ചെയ്യണ്ടേ, എന്നാലല്ലേ റീസ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ കമ്പനി എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ കമ്പനി സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിലാണെങ്കിൽ ആൾട്ടറാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. ആൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് ഡെലിറ്റ് ചെയ്യാനുള്ള കീ പറയേണ്ടത് Alt+D ആണ്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് Alt+D പ്രസ് ചെയ്യാം. നമ്മൾ ഇത് എൻ്റർ അടിച്ചു. ഇപ്പോൾ ആ കമ്പനി ഡെലിറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡെലിറ്റ് ആയി പോയി കഴിഞ്ഞാലും പ്രശ്നമില്ല. കാരണം എന്താണ്, നമ്മൾ ബാക്കപ്പ് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ എന്താണ് ചെയ്യേണ്ടത്, അവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യണം, അതിനെ റീസ്റ്റോർ ചെയ്യണം. അപ്പോൾ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ വീണ്ടും ഇവിടെ ഡാറ്റയിലേക്ക് പോയി അതിൽ റീസ്റ്റോർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്കിവിടെ ആ ഫോൾഡർ നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാം. നമ്മൾ PMP എന്ന് പറഞ്ഞിരിക്കുകയാണ് ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ PMP സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ PMP എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള കമ്പനി ഇവിടെ കാണിക്കും. അപ്പോൾ അതിലൊരു കമ്പനിയുടെ ബാക്കപ്പ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു കമ്പനി മാത്രമാണ് റീസ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. നമുക്ക് ആ കമ്പനി എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ കമ്പനി വീണ്ടും ഇതിലേക്ക് വന്നു, റീസ്റ്റോർ ആയിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്പെസിഫൈ പാത്തിൽ നമ്മൾ കൊടുക്കുക. ഇനി സെലക്ട് ഫ്രം ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡ്രൈവിൽ നിന്നാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഓൾറെഡി CO DO ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇനി ഒരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെൻ ഡ്രൈവിലേക്ക് എങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പെൻ ഡ്രൈവ് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഹാർഡ് ഡിസ്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, ഓരോ ഇപ്പോൾ ABC എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുള്ളതായിരിക്കും പെൻ ഡ്രൈവിലേക്ക് വരുന്ന ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡ്രൈവ് അവിടെ കാണിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് ബാക്കപ്പ് എടുത്തിട്ട് വെക്കാം. അതേപോലെ തന്നെ അതിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് നമുക്ക് റീസ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ബാക്കപ്പും അതേപോലെ തന്നെ റീസ്റ്റോറും ചെയ്യുക. അപ്പോൾ ഇതിൽ തന്നെ വരുന്നതാണ്, ഇപ്പോൾ ഈ ബാക്കപ്പും റീസ്റ്റോറിലും വരുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് സ്പ്ലിറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്പ്ലിറ്റ് കമ്പനിയെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാറ്റിനും പ്ലേലിസ്റ്റും കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്രോൾ പമ്പിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സ്കൂൾ അക്കൗണ്ടിങ് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റൈൽ അക്കൗണ്ടിങ്, സാനിറ്ററി ഷോപ്പ് അക്കൗണ്ടിങ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഷോപ്പുകളുടെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഷോപ്പ് അക്കൗണ്ടിങ് എന്നുള്ള പ്ലേലിസ്റ്റാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.